മലയാളികൾക്ക് സുപരിചിതയാണ്. സിനിമയിലും സീരിയലുകളിലുമെല്ലാം സാന്നിധ്യം അറിയിച്ചിട്ടുള്ള നടി ശാലു മേനോൻ. നൃത്തവിദ്യാലയവുമായി നൃത്തരംഗത്തും നിറസാന്നിധ്യമാണ് ശാലു മേനോൻ. ഒരിടവേളയ്ക്ക് ശേഷം ടെലിവിഷനിൽ സജീവമായി മാറുന്ന ശാലു മേനോൻ ഇപ്പോൾ മിനി സ്ക്രീനിലെ മിന്നും താരം കൂടിയാണ്. തന്റെ വ്യക്തിജീവിതത്തിൽ ശാലു മേനോനിന് നേരിടേണ്ടി വന്ന പ്രതിസന്ധികളും വെല്ലുവിളികളുമൊക്കെ സമാനതകളില്ലാത്തതാണ്. കേരളം ചർച്ച ചെയ്ത ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്നിൽ ശാലു മേനോന്റെ പേരും ഉയർന്നു വന്നിരുന്നു. കേരളത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച സോളാർ കേസിൽ നടി ശാലു മേനോൻ അടക്കമുള്ളവർക്ക് ജയിലിൽ പോകേണ്ടതായി വന്നിട്ടുണ്ട്. 49 ദിവസങ്ങളോളം ജയിലിൽ കിടന്നതിനു ശേഷമാണ് നടി ജയിൽ മോചിതയാകുന്നത്. ഇപ്പോഴിതാ തന്റെ ജയിൽവാസത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ശാലു മേനോൻ. മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് ശാലു മേനോൻ തന്റെ മനസ്സ് തുറന്നിരിക്കുന്നത്. സിനിമയിൽ കാണുന്നതൊക്കെ പോലെ തന്നെയാണ് ആദ്യം ജയിലിലെത്തിയപ്പോൾ തോന്നിയതെന്നും ശാലു മേനോൻ പറയുന്നുണ്ട്. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്നുവോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയാണ് ശാലു മേനോൻ. താൻ ആത്മഹത്യ ചെയ്യുമെന്ന് തന്നെയാണ് പലരും വിചാരിച്ചിരുന്നതെന്നും ശാലു മേനോൻ പറയുന്നുണ്ട്. ജയിലിൽ കിടന്ന് തന്നെ ആത്മഹത്യ ചെയ്യുമെന്നാണ് പലരും കരുതിയത്. ഇതുപോലെ ഒരു കാര്യം ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പിടിച്ചു നിൽക്കുവാൻ പറ്റില്ലല്ലോ. അത്രയും ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു താൻ ജയിലിൽ പോകുന്നത്. തന്റെ സ്വഭാവം അറിയുന്നവരിൽ പലരും താൻ ആത്മഹത്യ ചെയ്യുമെന്ന് തന്നെ ചിന്തിച്ചിട്ടുണ്ട്. താൻ വളരെയധികം ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്. ജയിലിൽ നിന്നും തിരികെ വന്നപ്പോൾ തന്നോട് പലരും ചോദിക്കുകയും ചെയ്തിരുന്നുവെന്നും ശാലു മേനോൻ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും തനിക്കൊരു ശക്തി ഉണ്ടായിരുന്നുവെന്നൊരു തോന്നൽ വന്നു. അതിനാൽ തന്നെ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യുവാൻ തനിക്ക് ജയിലിൽ വെച്ച് തോന്നിയിട്ടില്ല. തനിക്ക് തന്നെ സ്വയം തോന്നിയിട്ടുണ്ട് താൻ എങ്ങനെ പിടിച്ചു നിന്നു എന്നത്. ആത്മഹത്യയെക്കുറിച്ച് താൻ ചിന്തിച്ചിട്ടേയില്ല. എന്നാൽ പക്ഷേ പുറത്തു വന്നതിന് ശേഷം താൻ സ്വയം ചിന്തിച്ചിട്ടുണ്ട് എങ്ങനെ പിടിച്ചു നിൽക്കുവാൻ തനിക്ക് സാധിച്ചത്. വളരെ പെട്ടെന്ന് തന്നെ ഫീലാകുന്ന ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ് താൻ. താൻ അത്രയും ദിവസം എങ്ങനെ ജയിലിൽ നിന്നു? ദൈവത്തിന്റെ ശക്തി തന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് വേണം കരുതുവാനെന്നും ശാലു മേനോൻ പറയുന്നുണ്ട്. അതേസമയം ജയിലിൽ പോകുന്ന സമയത്ത് ഭയങ്കര ട്രോമയായിരുന്നു തനിക്ക്. നമ്മുടെ ഒരു സാഹചര്യമൊന്നും അങ്ങനെയായിരുന്നില്ലല്ലോ. പായയിലാണ് ജയിലിൽ കിടക്കുന്നത്. കൊതുക് കടിയുണ്ട്. അവിടെ കൊതുക് തിരിയൊന്നും ഉപയോഗിക്കുവാനും കഴിയില്ല. മുഖത്തൊക്കെ കൊതുക് കടിച്ച് നീര് വന്നിരുന്നുവെന്നും തന്നെ കണ്ടാൽ മനസ്സിലാകാത്ത അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ടെന്നും നടി പറയുന്നുണ്ട്. ജയിലിലായി 2 ദിവസം കഴിഞ്ഞ് തന്നെ കാണുവാൻ തന്റെ അമ്മ വന്നപ്പോൾ അമ്മയ്ക്കൊന്നും തന്നെ അത്ര മനസ്സിലാക്കുവാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്ന അവസ്ഥയായിരുന്നില്ല. അമ്മ തന്നെ കണ്ട് കരഞ്ഞുവെന്നും ശാലു മേനോൻ പറയുന്നുണ്ട്. എന്നാൽ അമ്മ പോയി കഴിഞ്ഞ ആ സമയത്തൊക്കെ താൻ ഒറ്റയ്ക്കിരുന്ന് കരയുമായിരുന്നു. ഇതൊക്കെ സ്വപ്നമാണോ എന്നൊക്കെ തനിക്ക് തോന്നിയിട്ടുണ്ടെന്നും താൻ ചിന്തിച്ചിട്ടുണ്ട്. ഓരോരുത്തർ തന്നെ കാണാൻ വരുന്നു, തന്നോട് എന്തൊക്കെയോ സംസാരിക്കുന്നു. അതുമാത്രമാണ് അന്ന് തോന്നിയിരുന്നത്. ഒരാഴ്ച തനിക്ക് ജയിലിൽ വെച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പതുക്കെ താനും മാറി തുടങ്ങി. പിന്നെ ജയിലിലെ ദൈവികമായ ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തി. ബൈബിൾ പ്രാർത്ഥനയുണ്ടായിരുന്നു. അവരുടെ പ്രാർത്ഥനകളിലൊക്കെ താൻ പങ്കെടുക്കുമായിരുന്നു. പള്ളിയിൽ അച്ഛന്മാർ ജയിലിൽ വരുമായിരുന്നു. യോഗ ക്ലാസ്സിലും താൻ പങ്കെടുക്കുമായിരുന്നു. പള്ളിയിൽ വരുന്ന അച്ഛന്മാർ പോകാൻ നേരം തനിക്കൊരു ബൈബിൾ തന്നിരുന്നു. അതിപ്പോഴും താൻ സൂക്ഷിക്കുന്നുണ്ടെന്നും ശാലു മേനോൻ പറയുകയാണ്. അങ്ങനെയാണ് തന്റെ മനസ്സൊക്കെ മാറുവാൻ തുടങ്ങിയത്. തന്റെ അമ്മയും അമ്മൂമ്മയും താനും അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു തന്റേത്. പരിപാടികൾക്ക് പോകുമ്പോഴും ഒരു ഷോപ്പിങ്ങിന് പോകുമ്പോഴും അമ്മ തന്റെ കൂടെ ഉണ്ടാകുമായിരുന്നു. ഒറ്റയ്ക്ക് അതിനു മുമ്പ് താൻ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളപ്പോഴാണ് 49 ദിവസം താൻ ഒറ്റയ്ക്ക് അമ്മയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നത്. അമ്മയും താനും ആദ്യമായി മാറി നിൽക്കുന്നത് ഈ ഒരു ജയിൽവാസ സമയത്താണെന്നും ശാലു മേനോൻ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.